ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഷുഗർ എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ബൗളോളം ഷുഗറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ കൊക്കോ പൗഡറാണ്. അപ്പം ഞാനൊരു 3 സ്പൂണോളം കൊക്കോ പൗഡർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അധികം ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ മാവ് എടുക്കുന്നുണ്ട്. നിങ്ങൾ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ വെച്ചിട്ട് നമ്മുടെ മൈദ മാവ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുക്കുക. നന്നായി മിക്സ് ചെയ്ത് 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാവിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മുട്ട. നിങ്ങൾ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കോഫി പൗഡറാണ് കലക്കി ഒഴിക്കുന്നത്. എൻ്റെ കയ്യിൽ വാനില എസൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഷുഗർ പൊടിച്ചതില്ലേ, അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഷുഗർ ഇട്ടപ്പോൾ ക്യാമറ റെക്കോർഡിംഗ് ഓണായില്ല, അപ്പോൾ സോറി. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഒരു ഹാഫ് കപ്പോളം ഓയിലാണ് വേണ്ടത്. ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് മിക്സി ജാറിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റർ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ വുഡൻ സ്റ്റിക്ക് കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 തവണ ഈ പാത്രം കൊട്ടിക്കൊടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പൊക്കോളൂ. പഴയ ഒരു കട്ടിയുള്ള പാത്രം വെച്ച് അതിന് മുകളിൽ വെച്ച് ഈ കേക്ക് ബേക്ക് ചെയ്യേണ്ടേ. സിമ്മിലും ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം കേക്ക് റെഡിയാവും. അപ്പോൾ എൻ്റെ മോൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ 2 തുള വീണതാ. കേക്കിന് ഒരു കുഴപ്പമില്ല, അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൂട്ടാൻ മറക്കല്ലേ.